ഈ വെല്ലുവിളി തെറ്റ തന്തയ്ക്ക് പറഞ്ഞ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുക്കണം. ഏറ്റെടുത്ത് ആ സംഭവത്തിൽ പങ്കെടുത്ത് ഈ ഉസ്താദിനെ പൊളിച്ചടുക്കിയിട്ട് കളിഞ്ഞ് പരിപാടി തുടങ്ങിക്കോളി. എന്നെ കൊണ്ടിട്ട് ഉന്നാലെ നിമ്മതി ഇറക്കാൻ മുടിയാതെ പിന്നാടി പെരിയ ഒരു ഉലകമേ ഇருக்கு ജയിലർ. അണ്ണാ അതോട് ഭയങ്കരமான വേറൊരു വിഷയം சொல்லட்டுமா? എന്തുകൊണ്ട് ഉമ്മയെ വ്യഭിചരിക്കലും ഷിർക്കും തമ്മിൽ കമ്പയിൻ ചെയ്യുമ്പോൾ ഏതാണ് ഏറ്റവും വലിയ തെറ്റ് എന്ന് ഉസ്താദിനോട് ആരിഫ് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് ഉസ്താദിന് പറഞ്ഞുകൂടാ ഉമ്മയെ വ്യഭിചരിക്കലാണ്? അത് ആർക്കാ അറിയാൻ പാടില്ലാത്തത്? എന്തുകൊണ്ട് ഉത്തരം ഉസ്താദ് പറഞ്ഞില്ല? അവിടെയാണ് കാലം പതുക്കി വെക്കുന്ന തുടർച്ചയുടെ പന്തനാളം. ഏറ്റവും വലിയ ദുൽമ് ശിർക്കാൻ. ഇവിടെയാണ് ശരിക്കും ടെസ്റ്റ്. ഏറ്റവും വലിയ ദുൽമ് വ്യഭിചാരമല്ല, ശിർക്കാൻ. വേറൊരു മഹാനും കൂടെ ഇതേപോലെ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ നമുക്ക് കേട്ടു നോക്കിയാലോ? ചിരിക്കരുതേ. നമ്മുടെ നാട്ടിൽ അയാൾ തന്റെ കുടുംബത്തിലെ ഏറ്റവും അടുത്ത ബന്ധുവുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടെ അയാളെ ജനങ്ങൾ പിടികൂടി. അതൊരു ശോക കഥ. വളരെ അടുത്ത ബന്ധുവുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നു. ഉദാഹരണത്തിന് കാര്യം മനസ്സിലാകാൻ വേണ്ടി പറയും, മാതാവുമായി എന്ന് വിചാരിക്കുക. സ്വാഭാവികം. ഏതാണ് ഏറ്റവും ഗൗരവമുള്ള തിന്മ? ശിർക്കാണ്. ഫ്ലാഷ് ബാക്ക്. ഈ വെല്ലുവിളി തെറ്റ തന്തയ്ക്ക് പറഞ്ഞ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുക്കണം. അപ്പനാരെന്ന് ചോദിച്ചാൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു അലക്സാണ്ടർ ഉണ്ട്. ഒരൊറ്റ അലക്സാണ്ടറേ ഉള്ളു താനും. തന്റെ തന്തയല്ല, എന്റെ തന്ത. എക്സ് മുസ്ലിം നിരീശ്വരവാദി രാമനാഥന്റെ ഞരമ്പെ തൊട്ട് കളിച്ചാലുണ്ടല്ലോ, സല്യൂട്ട് ചെയ്യുന്ന ഈ കൈ കൊണ്ട് 2 കരണം അടിച്ചാൻ പൊട്ടിക്കും. പക്ഷേ അള്ള ഒരിക്കലും പൊറുക്കാത്തത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. അതായത് ഒരാള് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫോർ എക്സാമ്പിൾ, അയാൾ ജീവിതത്തിൽ ഒരിക്കലും വ്യഭിചരിച്ചില്ല, ജീവിതത്തിൽ ഒരിക്കലും സുവർഗരതിയിൽ ഏർപ്പെട്ടില്ല, ജീവിതത്തിൽ ഒരിക്കലും അയാള് പലിശ കൊടുത്തില്ല, ഒരു തെറ്റും അയാൾ വേറെ ചെയ്തില്ല, എല്ലാവർക്കും നല്ല സേവനം ചെയ്തു. അയാൾ സ്വർഗത്തിലെത്തുവോ? ഇസ്ലാം പറയുന്നില്ല. എന്തുകൊണ്ട്? ഗുരുവായൂരപ്പ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ മാത്രം. എല്ലാം പോച്ചടാ, എതൊക്കെ വാഴണം. പണി വരുന്നുണ്ടവറാച്ച. ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ. പണ്ട് ഒരു 10,000 റുപ്യ തരാൻ വേണ്ടി അയാളൊന്ന് വന്ന്, അപ്പോ എല്ലാം കൊണ്ട് അത് മിസ്സായിപ്പോയി എന്ന് പറഞ്ഞാൽ അയാൾ തരാതെ പോയി. ഇത്തവണ അങ്ങനെയല്ല, ഇത്തവണ നമുക്ക് 5 ലക്ഷം റുപ്യ എന്തായാലും തരുന്ന പറഞ്ഞു. ഞാന് സമാധിയാകാൻ പോവാണ്. തമ്പിച്ചായൻ ഇവിടെ ഇരിക്കുമായിരുന്നു. സാറ്റലൈറ്റ് കിട്ടിയിട്ട് എന്റെ കാശരാന്ന് പറഞ്ഞ് ശൂന്യാകാശത്തോട്ട് പോയിട്ട് ഒരു വിവരമില്ലല്ലോ. ഇത് മുതല് വേറെ. ഇനി ഫോൺ എടുക്കാത്തവന്മാർക്ക് കുനിച്ചെറുതി ഇടിയ. അതാണ് ഈ കമ്പനിയുടെ പ്രത്യേകത. അതാണ് ബോസ്. എല്ലാവർക്കും സമാധാനമായല്ലോ? എന്നാ കാണാം. ഡബിൾ ഓക്കെ.